അതുപോലെ ഈ ഒരു കാറിൽ പലയിടത്തും റസ്റ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ മീൻസ് സെക്കൻഡറി കോട്ടിങ് വരുന്നത് പെട്ടെന്ന് പോകുന്നുണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു കോട്ടിങ് വരുന്നില്ല. അതുപോലെ ഈ ഒരു മീൻസ് ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സ് അപേക്ഷിച്ച് മെറ്റൽ ഇച്ചിരി കൂടുതലാണ് ടാറ്റ യൂസ് ചെയ്യുന്നത്. അത് കാരണമായിരിക്കാം, എന്താണെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ എങ്കിലും ഈ റസ്റ്റ് വരുന്നത് അത്ര നല്ലതല്ല. റസ്റ്റ് വന്നാൽ തന്നെയും പെട്ടെന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ റസ്റ്റ് ബാക്കി പെയിൻ്റ് ഇരിക്കുന്ന ഭാഗത്ത് കൂടി സ്പ്രെഡാവും. അത് നിങ്ങൾ പ്രത്യേകം ടാറ്റ കാർ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. അതുപോലെ പാനൽ ഗ്യാപ്പിങ്സ് എല്ലാം നമുക്കറിയാം, നോർമലി വരുന്നതാണ്. കാര്യം പാനൽ ഗ്യാപ്പിങ്സ് ടാറ്റയ്ക്ക് കൂടുതലാണ്. കാര്യം ആ ഒരു മെറ്റലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കാര്യം മെറ്റൽ ഗേജ് കൂടിയ രീതിയിലുള്ള മെറ്റലാണ് അവർ യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പാനൽ ഗ്യാപ്പിങ്സ് വരും. അതല്ലാതെ കാറിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ ഒരു പെട്രോൾ യൂസ് ചെയ്ത് ഇലക്ട്രിക് വേണമോ പെട്രോൾ വേണമോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 170 കിലോമീറ്റർ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഈ ഒരു പ്ലാനിങ്ങിനകത്ത് കിലോമീറ്റർ കവർ ചെയ്യുമെങ്കിൽ ധൈര്യമായിട്ടും എടുക്കുക. അതിൽ കൂടുതൽ യൂസേജ് ഉണ്ടെങ്കിൽ ഹയർ എൻഡ് മോഡലിലേക്ക് പോവുക. കാര്യം നമുക്ക് കൂടുതൽ മൈലേജ് ഓറിയൻറ്റഡ് മീൻസ് കൂടുതൽ റേഞ്ച് തരുന്ന കാറിലേക്ക് സ്വിച്ച് ചെയ്യുക. കാര്യം ഇലക്ട്രിക് ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭം എന്ന് പറയാം. ഇപ്പോൾ കറൻ്റ് ലാഭമാണെന്ന് പറയാം. നമ്മൾ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയില്ല, അതേപോലെ പ്രസൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭമാണ്, ഫ്യൂച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ലാഭിക്കുന്ന എമൗണ്ട് എവിടെയെങ്കിലും നല്ല രീതിയിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അതല്ലാതെ ഒരിക്കലും ഇലക്ട്രിക് വെഹിക്കിൾ അത്രത്തോളം ലാഭമാണെന്ന് ഞാൻ പറയുന്നത്. കാര്യം നമുക്ക് പെട്രോൾ കാർ വരുന്ന ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വെച്ച് അടുത്തൊരു കാറിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 3-4 ലക്ഷം രൂപ മാറുന്നുണ്ട്. സോ ആ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് നമ്മൾ നോക്കണം. അതല്ലാതെ ഭാവിയിൽ റീസെയിൽ വാല്യൂ എന്നുള്ള സംഭവം ഇല്ല. ബാറ്ററി കേടാവാനുള്ള ചാൻസ് ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ടൈം, അത് വേറൊരു കാര്യം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് എന്തായാലും പേഴ്സണലി ഈ ഒരു ഇലക്ട്രിക് കാറിനോട് അത്രത്തോളം ഒരു അടുപ്പോ അല്ലെങ്കിൽ ആത്മബന്ധമോ ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെട്രോൾ കാർസ് എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് എടുക്കാം, ഇതിന് റീസെയിൽ വാല്യൂ ഉണ്ട്. അതുപോലെ ഒരു ഹൈഡ്രജനോ അല്ലെങ്കിൽ വേറെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ ഒരു ടെക്നോളജി ആണെങ്കിൽ അപ്പോഴേ ബാറ്ററിയുടെ കാര്യം പരിപാടി കഴിഞ്ഞു. ബാറ്ററി കാർസ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ, ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. പിന്നെ ഈ ബാറ്ററി ഗോ ഗ്രീൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ പുഷ്ടിപ്പെടുത്താനുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പൂപ്പൻ്റെ കാലത്തുള്ള ബസ്സുകളും ട്രക്സും എല്ലാം റോഡിൽ ഇപ്പോഴും വിലസുന്നുണ്ട്. അപ്പോൾ അത് ആദ്യമേ മാറ്റാനുള്ള പരിപാടി ചെയ്യുക. എന്നിട്ട് നമുക്ക് ഗോ ഗ്രീനോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ പോകാം. പക്ഷേ എങ്കിലും ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയും, ഏറ്റവും കൂടുതൽ ഈ ഖനനം നടക്കുന്ന ഭാഗങ്ങളെല്ലാം വളരെ വീക്കാവുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ നമ്മൾ കുളം തോണ്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നേച്ചറിനെ കുളം തോണ്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. കാര്യം നമുക്ക് ഈ ഇന്ത്യയിലുള്ള പോപ്പുലേഷന് ഫുള്ളായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ഇറക്കാനുള്ള റിസോഴ്സസോ മിനറൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഇതൊക്കെ ഒരു റയർ എർത്ത് മിനറൽസ് ആണ്. ഈ ഒരു സംഭവം വച്ച് ഒരു ടോട്ടൽ പോപ്പുലേഷനെ ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ട് സെർവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാനല്ല, അതാണ് വാസ്തവം. സോ ഇലക്ട്രിക് വെഹിക്കിൾ അല്ല ഫ്യൂച്ചർ, അത് ഇപ്പോഴും ഞാൻ പറയാം. ഇലക്ട്രിക് വെഹിക്കിൾ ഇറ്റ്സ് എ ഗിമിക്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മഹീന്ദ്രയുടെ റേവ എന്ന് പറയുന്ന ഒരു കാർ ഉണ്ടായിരുന്നു. അത് എത്രയെങ്കിലും വർഷം മുമ്പ് ഉണ്ടായിരുന്ന കാറ് ഹിറ്റായിട്ടില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ പോലെ കുറച്ച് ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള പോളിസിയും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നപ്പോൾ, ഇൻസെൻറ്റീവ് സ്കീംസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നപ്പോൾ ഒരു സമയത്ത് അങ്ങ് പൊട്ടിമുളച്ചാണ്. വേറൊന്നുമല്ല, ഇന്ത്യയുടെ റിസർവ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഡോളറിലാണ് കീപ്പ് ചെയ്യുന്നത്. അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന പെട്രോളിയം
പ്രോഡക്ട്സ് അല്ലെങ്കിൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഗിമിക്സാണ്. അതേസമയം ഈ ഡോളറിൻ്റെ മൂല്യം കുറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രിക്സ് നേഷൻസിൽ ഡോളറിൻ്റെ മൂല്യം കുറയാൻ വേണ്ടി ബ്രിക്സ് നേഷൻസ് പാരലായിട്ടൊരു കറൻസി അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലോക്കൽ കറൻസിയിൽ തന്നെ ട്രാൻസാക്ഷൻസ് കൊണ്ടുവരുമ്പോൾ ഈ ഡോളറിൻ്റെ മൂല്യം ഏകദേശം 50 രാജ്യങ്ങളോളം അതിൽ വരുന്നുണ്ട്. ബ്രിക്സും അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 20 രാജ്യങ്ങളും ടോട്ടൽ ഒരു 50 രാജ്യങ്ങൾ വരുമ്പോൾ ഈ ഡോളറിൻ്റെ മൂല്യം താഴും. ആ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക് പുഷെല്ലാം പതിയെ അങ്ങ് സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു കാറ് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാതിരിക്കുക. അതല്ല ലോങ് ടൈം യൂസ് സെക്കൻഡറി കാറായിട്ട് വീട്ടിൽ വേണം. ഡെയിലി കമ്മ്യൂട്ടേഷന് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ഒരു കാർ വേണം. നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഫ്യൂവൽ കോസ്റ്റ് ലാഭിക്കാൻ പറ്റുമെങ്കിൽ ഇലക്ട്രിക് കാർ ഡെഫിനറ്റ്ലി നിങ്ങൾ എടുക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.